ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ബ്രെഡിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നമുക്കിതൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഈവനിങ് സ്നാക്കായിട്ടോ ഒക്കെ കഴിക്കാവുന്ന ഒരു നല്ല റെസിപ്പിയാണിത്. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്നതാണ്. വീട്ടിലുള്ള ചെറിയ ഇൻഗ്രീഡിയൻറ്റ് വെച്ച് പെട്ടെന്ന് തന്നെ നമുക്ക് പ്രിപ്പയർ ചെയ്യാവുന്ന ഒരു റെസിപ്പി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ ഇപ്പോൾ 4 ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ചെറിയ പീസായിട്ട് മുറിച്ചെടുക്കുക. നമുക്ക് സൈഡ് വേണമെങ്കിൽ ഉപയോഗിക്കാൻ, ഞാനിവിടെ കട്ട് ചെയ്തതേ ഉള്ളൂ. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു സവോള അത് ചെറുതാക്കി അരിഞ്ഞത്, പിന്നെ ഒരു ക്യാരറ്റ്, ഇതെല്ലാം ഞാൻ ചോപ്പറിലിട്ട് നന്നായിട്ട് ചോപ്പ് ചെയ്തെടുത്തതാണ്. ഇത്ര ചെറുതായിട്ട് നിങ്ങൾക്ക് അരിയുണ്ടെങ്കിൽ നിങ്ങൾ ഇച്ചിരി വലുതാക്കി അരിഞ്ഞാൽ, ഞാനിപ്പോൾ കുട്ടികൾക്ക് കഴിക്കാനായിട്ട് അവർക്ക് വെജിറ്റബിളൊക്കെ മടുപ്പാണല്ലോ, അതുകൊണ്ടാണ്. പിന്നെ ഒരു ചെറിയ ക്യാപ്സിക്കം കട്ട് ചെയ്തത്, പിന്നെ അതിലേക്ക് കുറച്ച് മല്ലിയില, പിന്നെ അതിലേക്ക് ചെറിയൊരു തക്കാളിക്ക് കട്ട് ചെയ്ത്, അത് ഒരുപാടൊന്നും വേണ്ട, വളരെ കുറച്ച് മതി. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. ബ്രെഡിന് ഓൾറെഡി ഒരു മധുരമാണല്ലോ, അപ്പോൾ നമ്മളിപ്പോൾ ഇട്ടേക്കുന്ന വെജിറ്റബിളിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഉപ്പ്, അത് വളരെ കുറച്ച് മതി, അതും കൂടി ഇടുക. പിന്നെ ഇതിലേക്ക് വേണ്ടത് ടൊമാറ്റോ സോസ്, അത് നമുക്ക് ടേസ്റ്റ് അനുസരിച്ച് ആഡ് ചെയ്താൽ മതി. പിന്നെ ചില്ലി സോസും കൂടെ ആഡ് ചെയ്യുക. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ബ്രെഡിലേക്ക് ഈ നമ്മളിപ്പോൾ ചേർത്ത പൊടികളൊക്കെ ഒന്ന് മിക്സ് ആകുന്നത് വരെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക്, ഇപ്പോൾ ഞാൻ ഈ പാത്രത്തിലേക്ക് ആദ്യം തന്നെ കുറച്ച് നെയ്യൊന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ആദ്യം നമ്മളിപ്പം ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ബ്രെഡ് അതിലേക്ക് ആദ്യം ഒരു ഫസ്റ്റ് ലെയർ പോലെ കുറച്ച് ഇട്ട് കൊടുക്കുക. അതിനുശേഷം അത് നന്നായിട്ടൊന്ന് നമ്മൾ നിരത്തി കൊടുക്കണം. എന്നിട്ട് അതിന് മുകളിലേക്ക് നമുക്ക് ചീസിൻ്റെ സ്ലൈസ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിന് മുകളിലേക്ക് അത് ഫുള്ള് കവർ ചെയ്യത്തക്ക രീതിയിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മൾ ഈ ഫസ്റ്റ് ലെയറിൽ മുഴുവനായിട്ട് ചീസ് ഇട്ട് കൊടുത്ത്, ഇനി ഇതിന് മുകളിലേക്ക് ബാക്കി ഉണ്ടായിരുന്ന ബ്രെഡും കൂടെ നമുക്ക് ഇട്ട് കൊടുത്തിട്ട് അതും നന്നായിട്ട് നിരത്തി കൊടുത്ത് അതിന് മുകളിലേക്ക് പിന്നെ നമുക്ക് ചീസ് ഇതുപോലൊക്കെ കട്ട് ചെയ്തത് വീണ്ടും വെച്ച് കൊടുക്കാം. ഇനി ഇതിന് മുകളിലേക്ക് നമുക്ക് കുറച്ച് ടൊമാറ്റോ സോസും കൂടി ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇനി നമ്മൾ ഓവനിലാണിത് ചെയ്യുന്നതെങ്കിൽ ഓവനിലേക്കോ, അല്ലെങ്കിൽ ഇനി നമ്മൾ കുക്കറിലാണ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെയോ, അല്ലെങ്കിൽ ഇനി ജസ്റ്റ് ഒരു പാത്രം വെച്ചിട്ട് അതിനുള്ളിൽ ഇത് വെച്ച് അടച്ച് വെച്ചിട്ട് അങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ അങ്ങനെയോ ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഓവനിലാണ് വെക്കുന്നത്. ഓവനിൽ ഒരു 5 മിനിറ്റ് സമയത്തേക്ക് മതി, ഒരുപാടൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ ആവും. ഒരു 5 മിനിറ്റത്തേക്ക് നമ്മൾ ഓവനിൽ വെച്ചിട്ട് നമുക്ക് 5 മിനിറ്റ് കഴിഞ്ഞ് വെച്ചിട്ട് ഇനി കാണാം. ഇപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിത് ഇനിയും പുറത്തേക്ക് എടുക്കാം. അങ്ങനെ നമ്മുടെ ബ്രെഡിൻ്റെ റെസിപ്പി ഇവിടെ ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് പ്രിപ്പയർ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടോ അല്ലെങ്കിൽ ഈവനിങ് സ്നാക്കായിട്ടോ ഒക്കെ ഇത് പ്രിപ്പയർ ചെയ്യാവുന്നതേ ഉള്ളൂ. എല്ലാവർക്കും ഇത് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയുമായി അടുത്ത ദിവസം വരുന്നതായിരിക്കും. എല്ലാവർക്കും ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.